ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ടോ, മറച്ചു വെക്കുന്നുണ്ടോ? അവരുടെ മനസ്സിൽ അവർ മറച്ചു വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ അറിയരുത് എന്ന് കരുതുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതോടൊപ്പം അവരുടെ ഒരു കറന്റ് എനർജി, കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് കൂടെ നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകാത്തവർ ഇത് സ്കിപ്പ് ചെയ്ത് കളയുക. കമ്പൽ ചെയ്ത് നിങ്ങൾ റെസനേറ്റ് ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്കൊരു നല്ല ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് കാണുവാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ മുഴുവനായി കാണുവാൻ തന്നെ ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ അങ്ങനെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ ഇത് കാണുന്ന സമയത്ത്, ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരുടെ പേര് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് ഓർക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. അതോടൊപ്പം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. നിങ്ങളുടെ പേഴ്സന്റെ മുഖം മനസ്സിലേക്ക് ഓർത്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരൊരു ലെസൺ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ജീവിത പാഠങ്ങൾ അവർ ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതം അവരെ പല കാര്യങ്ങളിൽ വ്യക്തത ആക്കി കാണിച്ചുകൊണ്ടിരിക്കുന്ന ടൈം ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അവരവരുടെ ജീവിതത്തിൽ പല തിരിച്ചറിവുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. അവർക്ക് പല കാര്യങ്ങളിലും വ്യക്തത കൈവന്നിരിക്കുന്നു. പല കാര്യങ്ങളും അവർ മനസ്സിലാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്നു. തിരിച്ചറിവുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് അവരവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ്. ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായി അവരുടെ ലൈഫിന്റെ ഒരു സക്സസിന് വേണ്ടിയിട്ട്, ഒരു കരിയർ ഗ്രോത്ത്, ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് അതിന്റെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട്, ഒരു ലക്ഷ്യത്തിലെത്താൻ, ഒരു വിജയത്തിലെത്താൻ വേണ്ടിയിട്ട് ആ ഒരു ചിന്തകൾ അവരുടെ മൈൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു മാനസികമായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജീവിതം അവരെ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ ജീവിതമാകുന്ന പാഠം പഠിച്ചിട്ടാണ് ഈ ഒരു കാര്യത്തിലേക്ക് വളരെയധികം ശ്രദ്ധിച്ച് റിസ്ക് എടുത്ത് എങ്ങനെയെങ്കിലും ജയിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങി നിൽക്കുന്ന ഒരു വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്.
ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഒരു കരിയറിലേക്ക് ഫോക്കസ് ചെയ്ത് അവരിയ്ക്കുന്നുണ്ട് എങ്കിലും അവരുടെ മനസ്സ് മറ്റ് പല സ്ഥലങ്ങളിലേക്കാണ് അവരുടെ മൈൻഡിലെ ചിന്തകൾ പോകുന്നത്. നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അവരുടെ ഓർമ്മകളും അവരുടെ ചിന്തകളും എല്ലാം മറ്റൊരു രീതിയിലേക്ക് പോകുന്നുണ്ട്. അവരവരുടെ ലൈഫിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, അതിനുവേണ്ടി റിസ്ക് എടുക്കുന്നുണ്ട്. പക്ഷെ ചിന്തകളൊക്കെ മറ്റെങ്ങോട്ടോ പോവുകയാണ്. ആ ഒരു ഓർമ്മകൾ, ചിന്തകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓർമ്മകളാണ്. നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ ആ ഒരു ചിന്ത എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അവർ ആ ഒരു സമയത്തെ ഓർത്ത് സന്തോഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു പ്രസൻസ് അവർക്ക് ഈ ഒരു ടൈമിൽ ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ഒരു പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ ആ ഒരു സ്നേഹവും എല്ലാം. ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് വളരെയധികം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു നിൽക്കുകയാണ്. ഒരു പുതിയ തുടക്കം, ഒരു സന്തോഷകരമായ തുടക്കത്തിന് വേണ്ടിയിട്ട് അവരുടെ മനസ്സ് വളരെയധികം ആഗ്രഹിക്കുന്നു. ഇതെല്ലാം അവരുടെ മനസ്സിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഇവരാരും പുറത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവരൊരു പുതിയ തുടക്കത്തിന് വേണ്ടി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു തിരിച്ചടിയിലൂടെ വലിയൊരു പാഠം അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലാണ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ അവർ അവരുടെ കരിയറിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് അവരെ പ്രാപ്തനാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ചിന്തകളിലൂടെ അവരിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് സന്തോഷം തന്നൊരു സമയമായിരുന്നു. നിങ്ങളിൽ ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കാണുന്ന, ഈ ഒരു റീഡിംഗ് കാണുന്ന ആളുകൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വൈഫ് ആയിരിക്കാം. ഇവിടെ നമുക്കൊരു ഫാമിലി കാർഡ് വന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഇപ്പോൾ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് നിങ്ങളെ ഒന്ന് കാണണം, നിങ്ങളോടൊന്ന് മിണ്ടണം, വീണ്ടും ഒരു തുടക്കത്തിന് ആഗ്രഹമൊക്കെ അവരുടെ മനസ്സിലുണ്ട്. കാരണം നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് അവരുടെ ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് വളരെ സക്സസ് ആയിട്ടുള്ള ഒരു ടൈം ആയിരുന്നു. അവിടെ നിന്നാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് നിങ്ങളെ എന്തോ രീതിയിൽ ചീറ്റ് ചെയ്തിട്ട് പോയ ഒരു വ്യക്തികളുടെ എനർജിയാണ്. ആ ഒരു ചീറ്റ് ചെയ്തിട്ട് അവർ പോയെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ പല പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു പാഠങ്ങൾ പഠിച്ചത് കൊണ്ട് തന്നെ അവർക്ക് എന്തൊക്കെയോ നഷ്ടങ്ങളും ഒക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ലോസ് എല്ലാം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ഫിനാൻഷ്യൽ ലോസ് എല്ലാം അവർക്ക് സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു ഫൈനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് കൂടെ അവർ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് അതിന്റെ ഒരു പ്ലാനിങ് അവരുടെ മൈൻഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവരുടെ ലൈഫിൽ ഇങ്ങനെ വന്നിരിക്കുന്നതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ നിന്ന് പോയതാണെന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ലൈഫ് എല്ലാം അവർക്ക് ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടുള്ള എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എല്ലാം ഒന്ന് പാച്ചപ്പ് ചെയ്ത് എടുക്കണമെന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് അവർ ഇതൊന്നും നിങ്ങളുടെ അടുത്തേക്ക് പറയാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ഇതെല്ലാം അവരുടെ മൈൻഡിൽ നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ അറിയാതെ അവർ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പൊ എന്താണ്, ഇതെല്ലാം നിങ്ങൾ അറിയാതെ അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെ വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ്, നിങ്ങൾ അവരെ കുറിച്ചിട്ട് അന്വേഷിക്കുന്നുണ്ടോ, നിങ്ങൾ അവരെ ഓർക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം ആ ഒരു പേഴ്സൺ നിങ്ങൾ അറിയാതെ അറിയുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി ആയിരിക്കാം, നിങ്ങൾക്ക് വല്ല കോമൺ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ആ രീതിയിലേക്ക് അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുള്ളതായിട്ടാണ് കാണുന്നത്. ജീവിതത്തിനെ ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവര് നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് സോൾവ് ആക്കി നിങ്ങളിലേക്ക് വന്ന് ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്ത വീണ്ടും നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യത്തില് ഒരു ബാലൻസിങ് വേണം. അങ്ങനെയാണ് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. എല്ലാം ഒന്ന് ഉണർത്തി എടുക്കണം.
പ്രശ്നങ്ങളെല്ലാം ഒന്ന് മാറി ഒന്ന് സെറ്റ് ആവണം ലൈഫിൽ എന്ന് ചിന്തിച്ച് അവരൊരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഹാർഡ് വർക്ക് ചെയ്യാൻ എഗെയിൻ തയ്യാറായി നിൽക്കുന്ന ഒരു എനർജി കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ. ഈ ഒരു സമയത്ത് അവർ നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങളോടൊപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ വ്യക്തികളുടെ ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് അവർ പോയിട്ടുണ്ടെങ്കിലും അവർക്ക് എന്തൊക്കെയോ വലിയ നഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജീവിതം അവർക്കൊരു വലിയ പഠനം, ഒരു പാഠം പഠിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു പാഠം പഠിപ്പിച്ചതിൽ നിന്ന് അവർക്ക് പല തിരിച്ചറിവുകൾ വന്ന് അവർ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അവർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിലേക്ക്, നഷ്ടപ്പെട്ട സമ്പത്ത് കാര്യങ്ങളെല്ലാം വീണ്ടെടുത്ത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൈവരിച്ചിട്ട് നിങ്ങളിലേക്ക് കടന്നു വന്ന് ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് ബാലൻസിലേക്ക് എത്തിച്ച് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇതൊന്നും നിങ്ങൾ അറിയരുത് എന്ന് തന്നെയാണ് അവരുടെ മൈൻഡിൽ നിൽക്കുന്നത്. ഇതെല്ലാം അവരുടെ മനസ്സിലാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ആരുടെ അടുത്തും ഇതിനെക്കുറിച്ചൊന്നും ഷെയർ ചെയ്തിട്ടില്ല. അവരാകെ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളെ കുറിച്ചിട്ട് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവർ ആരോടും അത് ഷെയർ ചെയ്യാൻ തയ്യാറാകുന്നില്ല. അവർ ഒറ്റയ്ക്ക് തന്നെ അതിനെ ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അവർ നിങ്ങൾക്കൊരു ജസ്റ്റിസുമായി നിങ്ങളിലേക്ക് വരണം എന്നും ആഗ്രഹിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, ഈ ഒരു സമയത്ത് ഈശ്വരനിൽ നിന്ന് തന്നെ അവർക്കൊരു ഉൾവിളി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ് കാണുന്നത്. അവർ ചെയ്തു പോയ ആ ഒരു തെറ്റിന് ഈശ്വരനായിട്ട് തന്നെ അവർക്കൊരു തിരിച്ചടി കൊടുത്തിരിക്കുന്നതാണ് ജീവിതത്തിൽ ഈ ഒരു നഷ്ടങ്ങൾ എന്നൊരു തിരിച്ചറിവ് അവർക്കിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു തിരിച്ചറിവ് അവരെ കൂടുതൽ ചിന്തിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാം. അവർ പല കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിലെ പല കാര്യങ്ങളിൽ അവർ തിരിച്ചറിവ് വന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്കൊരു വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. അവർ വളരെയധികം ഒരു ഓവർ തിങ്കിങ് അവർക്ക് നടക്കുന്നു. അതുപോലെ തന്നെ അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്തു പോകുന്ന ഒരു അവസ്ഥയാണിത്. അവർക്ക് ഫിനാൻഷ്യലി അതുപോലെ ഒരു പ്രശ്നം ഉണ്ടായി. അവർക്ക് അതുപോലെ തന്നെ അവരുടെ ഒരു ആരോഗ്യപരമായിട്ടാണെങ്കിലും അവർ ഒരുപാട് വീക്കായിട്ടാണ് നിൽക്കുന്നത്. അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണിത്. ഈ ഒരു സമയത്ത് അവർ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് ചിന്തിച്ചു കൂട്ടി അവർക്ക് എങ്ങോട്ടും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അവർക്ക് എല്ലാ രീതിക്കും നഷ്ടങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അവർ ഒറ്റയ്ക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ച് അവർക്കൊരു തിരിച്ചറിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യങ്ങളിലെല്ലാം ഒരു മാറ്റം വേണം. ആ ഒരു മാറ്റം എല്ലാം വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അവർ ഒരുപാട് സെൽഫിഷ് പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു റീഡിംഗ് കാണുന്ന നിങ്ങളുടെ ഒരു വ്യക്തികൾ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ എന്ന് പറയുന്ന അവർ ഭയങ്കരമായിട്ടുള്ള ഒരു സെൽഫിഷ് പേഴ്സൺ ആണ്. സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ അവർ ഭയങ്കരമായിട്ടൊരു ഈഗോയിസ്റ്റ് പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട്. അവരുടെ ഈഗോയ്ക്ക് ഹേർട്ട് ആകുന്ന ഒരു കാര്യവും അവർ അംഗീകരിച്ച് തരുന്ന ഒരു പേഴ്സൺ ആയിരുന്നില്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ സീനാക്കി നിങ്ങളോട് വളരെയധികം എന്താ പറയാ തല്ലുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ ബ്ലെയിം ചെയ്യിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. അങ്ങനെ ഒരു പേഴ്സന്റെ എനർജി ഇവിടെ കാണുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് അവർക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവരിൽ പരിവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് അവരുടെ പണവും കാര്യങ്ങളും എല്ലാം അവർക്കൊരു നഷ്ടപ്പെട്ട അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. സ്നേഹത്തിന്റെ കാര്യത്തിലും പണത്തിന്റെ കാര്യത്തിലും എല്ലാം അവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളിൽ നിന്ന് പോയ വ്യക്തികളാണ്. ചീറ്റിംഗ് എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വേദനിപ്പിച്ച് വളരെ ഹാർഡായിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയും നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു വാല്യൂ തരാതെ നിങ്ങളോട് മെക്കിട്ട് കയറുന്ന അങ്ങനത്തെ ഒരു രീതിയായിരുന്നു അവർക്ക്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയൊരു വ്യക്തികളാണ് അവര്. പക്ഷെ ഈ സമയത്ത് അവരൊന്ന് ഒതുങ്ങി മാറിയിരിക്കുന്നു. അവർക്കൊരു ഒതുക്കം വന്നിരിക്കുന്നു. അവർക്ക് പല മാറ്റങ്ങൾ വന്നിരിക്കുന്നു. കാരണം ദൈവികമായിട്ടുള്ള ഒരു ഇടപെടൽ മൂലം തന്നെ അവർക്ക് ഒരു നഷ്ടവും കാര്യങ്ങളും ഒക്കെ സംഭവിച്ച് ഇപ്പൊ ഒന്ന് എല്ലാം ശരിയാക്കി എടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഒന്നേ ഒന്ന് തുടങ്ങാനുള്ള ഒരു ആരംഭത്തിലാണ് അവര്. അവരുടെ ഒരു
കരിയർ എന്ന് പറയുന്നത് ഇനി ഒന്നേ എന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ലോസ് സംഭവിച്ചിരിക്കുന്നു അവരുടെ ജീവിതത്തിൽ. അപ്പൊ ഇനി അവരൊരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു എനർജിയാണ്. പക്ഷെ അത് നിങ്ങളിലേക്ക് എത്തിക്കരുത്, നിങ്ങൾ അറിയരുതെന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരുടെ ഒരു സെൽഫിഷ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അവർക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയരുത് എന്നാണ് ഈ സമയത്ത് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അറിയാതെ ഇതെല്ലാം ഒന്ന് ശരിയാക്കി എടുത്ത് നിങ്ങളിലേക്ക് വന്ന് നിങ്ങളോടൊരു സോറി പറഞ്ഞ് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തന്ന് നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സുകൊണ്ട് അവർക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് ഒരു തോൽവി സമ്മതിക്കുവാൻ ആ ഒരു പേഴ്സണ് ഇപ്പോഴും സാധിക്കുന്നില്ല. ഓക്കെ, അവരുടെ മനസ്സ് അതിനെ അംഗീകരിക്കുന്നില്ല. കാരണം അവർ അങ്ങനെ ഒരു വ്യക്തി ആയിരുന്നു, ആരുടെ മുന്നിലും തല കുനിച്ച് തരാത്ത അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് അവരെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒന്ന് ശരിയാക്കി എടുത്തതിന് ശേഷം നിങ്ങളിലേക്ക് വരണമെന്നും ഒരു ജസ്റ്റിസ് തന്ന് നിങ്ങളുമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുമാണ് അവർ ആഗ്രഹിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാൻ ഇപ്പോഴും അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ കോംപ്ലക്സ് അവരെ സമ്മതിപ്പിക്കുന്നില്ല. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്തതിന് ശേഷം വന്ന് നിൽക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എല്ലാം ലൈഫിൽ വീണ്ടെടുത്തതിന് ശേഷം നിങ്ങളിലേക്ക് ഒരു സ്നേഹവുമായിട്ട് വരണം എന്ന് തയ്യാറെടുക്കുകയാണ് അവർ അതിനുള്ള ഒരു സ്റ്റാർട്ടിങ് അവരുടെ ലൈഫിൽ തുടങ്ങി എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് ട്ടോ. അവരുടെ ഒന്ന് ലൈഫിനെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം എത്രയും വേഗം നിങ്ങളിലേക്ക് വരണം. കാരണം ഇപ്പൊ അവരുടെ മനസ്സിൽ മുഴുവൻ നിങ്ങളുടെ ഒരു ചിന്തകളാണ്. നിങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ടിട്ട് അവരുടെ ലൈഫിൽ അവർ നേരിട്ട ഒരു കർമ്മയാണ് ഇത് എന്നൊരു തിരിച്ചറിവ് അവരിലേക്ക് വന്നിട്ടുണ്ട്. അവർക്കത് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രമാത്രം വേദനകൾ തന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവർ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ പോകാൻ പാടില്ലായിരുന്നു, ഇതെല്ലാം ആ പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലെ ഒരു പാർട്ട്ണർ, ഒരു സോൾമേറ്റ് എന്ന് പറയുന്നത് നിങ്ങളായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. നിങ്ങളുടെ കുടുംബം തന്നെയാണ്, നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു കുടുംബം തന്നെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിൽ അവരുടെ കരിയറിൽ ഒരു ഗ്രോത്തിലേക്ക് എത്തിയതിന് ശേഷം നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നിങ്ങളുമായി പങ്കിടണം എന്നാണ് അവർ ആഗ്രഹിച്ചു നിൽക്കുന്നത്. അവരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് പറയണോ, ഇതെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യണോ, ഇങ്ങനൊരു കൺഫ്യൂഷൻ സ്റ്റേജ് അവർക്കുണ്ട്. പക്ഷെ പൂർണ്ണമായും അവർ നിങ്ങളിലേക്ക് എല്ലാം പറയാൻ തയ്യാറാകുന്നതുമില്ല. കാരണം അവരുടെ ഈ പറഞ്ഞതുപോലെ അവർ ഭയങ്കരമായിട്ടുള്ള ഒരു ഈഗോയിസ്റ്റ് പേഴ്സൺ ആയിട്ട് നമുക്കിവിടെ കാണാം. അവരുടെ കോംപ്ലക്സ് തന്നെ അവരെ അനുവദിക്കുന്നില്ല. അവരൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. കാരണം ഒരുപാട് വൈകിയാൽ നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോകുമോ, ഈ ഒരു ചിന്തകളെല്ലാം ആ ഒരു പേഴ്സന്റെ മൈൻഡിലുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് അവർ വളരെയധികം കൺഫ്യൂഷൻ സ്റ്റേജിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു സ്ട്രോങ് തീരുമാനം എടുക്കാൻ പറ്റാതെ അവരൊരു ബാലൻസിങ് ഇല്ലാതെ ഒരു ജഗ്ലിംഗ് സ്റ്റേജിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ജീവിതത്തിൽ ഒരു റിസ്ക് എടുക്കണമെന്നും ആ ഒരു റിസ്കിൽ ഒരു സക്സസ് വേണമെന്നും ആഗ്രഹിക്കുന്ന പേഴ്സൺ ആയിട്ട് തന്നെയാണ് അവരെ കാണുന്നത്. ഇത്രയൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എങ്കിൽ പോലും തോറ്റു കൊടുക്കാനായിട്ട് അവർ തയ്യാറാകുന്നില്ല. അവർ തോറ്റു കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു പേഴ്സണാലിറ്റി തന്നെയാണ്. അപ്പൊ അവരിൽ എന്താ പറയാ, എന്ത് സാക്രിഫൈസ് ചെയ്തിട്ടായാലും എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും അവരുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് വേണം. അവർക്ക് നഷ്ടപ്പെട്ട എല്ലാം തന്നെ അവർ തിരിച്ചു പിടിക്കണം എന്നൊരു എനർജി ഇപ്പോഴും അവരുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പരിവർത്തനം അവരിൽ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ട് അതിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ അവർ നിൽക്കുന്നത്. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, അവർക്ക് വലിയൊരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഹെൽത്ത് വൈസ് ആണെങ്കിലും അവരുടെ ആരോഗ്യപരമായിട്ടും അവർക്ക് പല രീതിയിലുള്ള പീഡനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവർക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ, അവരുടെ ഹെൽത്ത് അവർക്ക് ഓക്കെ അല്ല. കാരണം അവർ മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും വളരെയധികം ഡൗൺ ആയി പോയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഒരു ചേഞ്ച് വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്.
ഈ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുവാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. കാരണം നിങ്ങളോട് ചെയ്ത ആ ഒരു വലിയ തെറ്റിന്റെ ആ ഒരു പാപത്തിന്റെ കറയാണ് അവർ ഈ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഇപ്പോൾ ആ ഒരു പേഴ്സണ് വന്നിട്ടുണ്ട്. അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും അവരുടെ ലൈഫിൽ അവർക്കൊരു തിരിച്ചടി വന്നപ്പോൾ അവർക്ക് ഈ ഒരു കാര്യങ്ങളിലെല്ലാം വ്യക്തത വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും നിങ്ങളുടെ അടുത്ത് അത് തുറന്നു പറയാനുള്ളൊരു ഇതിലേക്ക് അവർ എത്തിയിട്ടില്ല. കാരണം അത് അവരുടെ ഒരു ഈഗോ, അത്രത്തോളം ഈഗോ ഉള്ള ഒരു പേഴ്സൺ ആണ് അവര്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് അത് വന്ന് തുറന്നു പറയാൻ അവർ തയ്യാറാകുന്നില്ല. എന്ത് രീതിയിലാണ് അവർക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ലോസ് വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയെല്ലാം നഷ്ടപ്പെട്ടു ജീവിതത്തിൽ, അത് നിങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ടാണ്, ഇതൊന്നും അവർ പറയാൻ തയ്യാറാകുന്നില്ല. അതിപ്പോഴും അവർ നിങ്ങളുടെ അടുത്ത് ഹൈഡ് ചെയ്ത് വെക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആ ഒരു പേഴ്സണെ കുറിച്ചിട്ട് ഇപ്പൊ അന്വേഷിക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എങ്കിൽ പോലും ഇതൊന്നും അവർ പുറത്ത് അറിയിക്കാതെ വളരെയധികം സീക്രട്ട് ആയി തന്നെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെ മുന്നിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി, നിങ്ങളുടെ മുന്നിൽ അവര് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് വലിയ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. നിങ്ങൾ അവരെ അങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ വളരെ വലിയ രീതിയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ കാരണം ഇത്രയും വലിയൊരു ലോസ് സംഭവിച്ചു ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സൺ അത്രത്തോളം ഈഗോ ഉള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു വാല്യൂ നിങ്ങളുടെ മുന്നിൽ മുഴുവനായിട്ട് പോകും എന്നുള്ളത് അവർക്ക് അറിയാം. അങ്ങനെ പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ഥാനത്ത് അങ്ങനെ തന്നെ നിൽക്കണം എന്നാണ് ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരിക്കലും നിങ്ങൾ അറിയരുത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇതൊന്നും നിങ്ങൾ അറിയിക്കാതെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം, ഈ ഒരു ചിന്തയാണ് അവർക്കിപ്പോൾ ഉള്ളത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് പൂർണ്ണമായും നിലച്ചു പോയൊരു ബന്ധമായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അത്രത്തോളം നിങ്ങളുടെ മനസ്സിനെ കീറി മുറിച്ച് വേദനിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു വ്യക്തികളാണ്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അത്രത്തോളം നെഞ്ചു പൊട്ടി കരഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്ത് എന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ നെഞ്ച് പൊട്ടി മനസ്സ് തുറന്ന് നിങ്ങൾ വിളിച്ച്, ദൈവത്തെ വിളിച്ച്, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വരനെ, ആ ഒരു പ്രപഞ്ചത്തെ വിശ്വസിച്ച് വിളിച്ച് നിങ്ങൾ ഒരുപാട് നെഞ്ച് നീറി കരഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു കരച്ചിലിന്റെ, നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ വേദന എന്ന് പറയുന്നത്, നിഷ്കളങ്കമായ നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ വേദന എന്ന് പറയുന്നത് നിങ്ങൾ വിളിക്കുന്ന പ്രപഞ്ച ശക്തി കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കേട്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ വേദനിപ്പിച്ച് പോയ അവർക്ക് ജീവിതത്തിൽ പല രീതിയിലുള്ള പാഠങ്ങൾ പഠിക്കേണ്ടി വന്നത്. അവർക്കെല്ലാം അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെടേണ്ടതായിട്ട് വന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കർമ്മ എന്ന് പറയുന്ന ആ ഒരു പ്രപഞ്ച സത്യം തീർച്ചയായിട്ടും ഈ ഒരു ലോകത്ത് നിൽക്കുന്നുണ്ട്. അത് ഒരു ദിവസം വൈകിട്ടാണ് എങ്കിൽ പോലും അർഹമായവർക്ക് തീർച്ചയായിട്ടും അത് നേരിടേണ്ടതായിട്ട് വരും. ഒരിക്കലും ഒരു കർമ്മ നേരിടാതെ ഒരു വ്യക്തികളും ഈ ലോകത്ത് നിന്നും പോവുകയില്ല. ഓക്കെ, ചിലപ്പോൾ നമ്മളുടെ മുന്നിൽ തന്നെ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ആരിൽ നിന്നെങ്കിലും കേട്ടായിരിക്കും അറിയാൻ സാധിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഒരു വ്യക്തിയെ വേദനിപ്പിച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ കയറി എല്ലാവിധ നഷ്ടങ്ങളും അവർക്ക് കൊടുത്ത് അവരുടെ മനസ്സിനെ, അവരുടെ നെഞ്ചിനെ കുത്തിക്കീറി അവിടെ നിന്നും ഇറങ്ങിപ്പോയ ഏതൊരു വ്യക്തികളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അവര് ആ ഒരു കർമ്മ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ നിന്നും അവർക്കൊരു തിരിച്ചറിവ് വന്ന് അവർ തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ കർമ്മയിൽ അവർക്കൊരു ഗുഡ് കർമ്മയും കയറി വരും. നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ ആരുടെ അടുത്താണോ തെറ്റ് ചെയ്തത് ആ ഒരു തെറ്റ് ഏറ്റു പറഞ്ഞ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഓക്കെ. അല്ലാത്ത പക്ഷം ആ ഒരു വ്യക്തികൾ അവരുടെ ലൈഫിൽ ആ ഒരു കർമ്മ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടത്തെ സംബന്ധിച്ചിട്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു വലിയൊരു കർമ്മ അവരുടെ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്തിരിക്കുന്നു. അവർ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിലും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണെങ്കിലും അവർ വളരെയധികം നല്ല ഒരു പൊസിഷനിൽ നിന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ ഉയർച്ചയിൽ നിന്നൊരു വ്യക്തിയാണ്. പക്ഷെ അവർക്ക് ഈ ഒരു മനസ്സിന്റെ താപം എന്ന് പറയുന്ന ഒരു കർമ്മ, നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു താപം എന്ന് പറയുന്ന ഒരു കർമ്മ അവരെ വളരെയധികം ആടി ഉലച്ചു കളഞ്ഞു. അവരെ മൊത്തത്തിൽ വേരോടെ പിഴുതു കളഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
ഇപ്പൊ അവര് മൊത്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒരു സീറോ വാല്യൂ എന്നതുപോലെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളോ സ്നേഹത്തിന്റെ കാര്യങ്ങളോ മാത്രമല്ല, അവരുടെ ശാരീരികമായിട്ട് അവർക്ക് പല രീതിയിലുള്ള വലിയ വലിയ ബുദ്ധിമുട്ടുകൾ വരെ അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് അവർക്ക് തിരിച്ചറിവുകൾ വന്നിട്ടുണ്ട്. അവർക്കൊരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരണമെന്നും ബാലൻസിങ്ങിലേക്ക് എത്തണമെന്നും അവർക്ക് ചിന്തകൾ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ എന്ന് പറയുന്നത് ഒരു ഫാമിലി ലൈഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഉൾപ്പെടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാം. നിങ്ങളൊരു മാരേജ് കഴിഞ്ഞ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ. അല്ലാത്ത ആൾക്കാരുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കൊരു എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പിൽ നിൽക്കുവാണെങ്കിൽ നിങ്ങളൊരു അല്ലാത്ത ഒരു ലവ് റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ പോലും ഓക്കെ, ഏതൊരു പേഴ്സൺ ആണോ നിങ്ങളെ ചതിച്ചിട്ട് പോയത് ആ ഒരു വ്യക്തികൾക്ക് അർഹമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിന്റെ ഒരു വേദന അവരെ എന്തായാലും നന്നായിട്ട് എഫക്റ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ ഈ ഒരു സമയത്ത് തിരിച്ചറിയുക. ഓക്കെ, ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആകുന്നവർക്ക്. ഓക്കെ, ജീവിതത്തിലേക്കുള്ള ഒരു വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ അവര് മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ജീവിതത്തിന് ഒരു വെളിച്ചം വേണം, ഒരു വ്യക്തത കൈവരിക്കണം എന്ന് പറഞ്ഞിട്ട് അവരൊരു മാറ്റത്തിന് തയ്യാറായി മനസ്സുകൊണ്ട് അതിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ കാര്യത്തിൽ എന്ന് പറയുന്നത് അവരുടെ ഒരു പെരുമാറ്റം, അവരുടെ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിലും വളരെയധികം അഹങ്കാരമുള്ള ഒരു വ്യക്തികളുടെ എനർജിയാണ്. ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള, ഭയങ്കര ഒരു ഞാൻ എന്ന ഭാവം അവർക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തികളായിട്ടാണ് കാണുന്നത്. ആ ഒരു ഭാവം അവരിലേക്ക് വന്നത് അവർക്കൊരു ഫിനാൻഷ്യലി ഒക്കെ വലിയൊരു രീതിയിലേക്ക് ഒരു ഗ്രോത്ത് വന്നപ്പോഴാണ് അവർക്ക് ആ ഒരു മാറ്റങ്ങളൊക്കെ സംഭവിച്ചത്. അഹങ്കാരം കൂടിയത്, ഈഗോ കൂടിയത്, ഇതെല്ലാം ആ ഒരു സമയത്ത് അവർ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചു. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായ സമയത്ത് തന്നെയാണ് അവർക്ക് ഈ ഒരു നേട്ടങ്ങളെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് വന്നത്. പക്ഷേ അവർക്ക് ആ ഒരു നേട്ടങ്ങൾ വന്ന സമയത്ത് അവരുടെ കണ്ണടച്ചു പോകുന്ന ഒരു അവസ്ഥയായി പോയി. അവരുടെ മുമ്പിൽ ആ ഒരു സമ്പത്ത് കാര്യങ്ങളെല്ലാം കൂടെ വന്നപ്പോ നിങ്ങളുടെ സ്നേഹത്തിന് അവരൊരു വാല്യൂ തരാതിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കൂടുതൽ കാണുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് അവരെന്തായാലും ജീവിതത്തിനെ ഒന്ന് വെട്ടിപ്പിടിക്കാനുള്ള ഒരു ശ്രമത്തിലായിട്ടാണ് കാണുന്നത്. എല്ലാത്തിലേക്കും ഒരു ബാലൻസിങ് കൊണ്ടുവരണം, ഒരു പുതിയ വെളിച്ചം ജീവിതത്തിലേക്ക് വരണം എന്നൊരു ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു മാറ്റങ്ങളിലൂടെ അവർ കൈവന്ന് കഴിയുമ്പോൾ അവരൊരു എല്ലാ രീതിയിലും നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു രീതിയിലേക്ക് അവരെത്തും. നമുക്ക് വേൾഡ് കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ രീതിക്കും അവർക്ക് ഇങ്ങനെ ഒരു മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞ് നിങ്ങളിലേക്ക് എത്തുന്ന ആ ഒരു പേഴ്സൺ എന്ന് പറയുന്ന ഒരു പുതിയ മനുഷ്യനായിരിക്കുമെന്നാണ് കാണുന്നത്. അവർക്കൊരു പൂർണ്ണമായിട്ടുള്ള വ്യക്തത അവരുടെ ജീവിതത്തിലേക്ക് കൈവരും. അവരൊരു സക്സസിലേക്ക് എത്തും. നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ച് ചേർന്നുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് സക്സസിലേക്ക് തന്നെ എത്തിക്കാൻ ആ പേഴ്സണെ കൊണ്ട് സാധിക്കും. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അറിയാതെ അവർ വളരെയധികം സീക്രട്ട് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ അവർ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തി അവർ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അവർ ജീവിതത്തിലേക്കൊരു കാൽ വെച്ച് തുടങ്ങിയിരിക്കുന്നു, വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ. ഇത്രയൊക്കെ സംഭവിച്ചാലും ആ ഒരു പേഴ്സന്റെ ഉള്ളിൽ ഒരു എനർജി നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തൊരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് ജീവിതത്തിൽ വിജയിച്ച് കാണിക്കണം എന്നുള്ളത്. പക്ഷെ അവരുടെ ഉള്ളിൽ എവിടെയോ കിടക്കുന്ന ഒരു നന്മയായിരിക്കാം ചിലപ്പോൾ അവരെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിച്ചിരിക്കുന്നത്, ഒരു തിരിച്ചറിവ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഒരു കാര്യം നേരിട്ടപ്പോഴാണ് അവർക്ക് ആ തിരിച്ചറിവ് വന്നത്. അപ്പോൾ അവരിതെല്ലാം കഴിയുമ്പോൾ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തണമെന്ന് തന്നെ ആഗ്രഹിച്ചു നിൽക്കുകയാണ്. നിങ്ങളുടെ ലൈഫിന് ഒരു സക്സസിലേക്ക് എത്തിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന ഡെത്ത് ആൻഡ് റീബർത്തിന്റെ കാർഡാണ്. നിങ്ങളുടെ ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടെയും അവരുടെയും ഈ ഒരു ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഡെത്ത് ആണല്ലോ ഏറ്റവും അവസാനം എന്ന് പറയുന്നത്. ആ ഡെത്തിന് ശേഷമുള്ള ഒരു റീബർത്ത്, ആ ഒരു റീബർത്ത് ആണ് നിങ്ങളുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. ഇത് അവർക്ക് പൂർണ്ണമായിട്ടും ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അതോടൊപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിടുന്ന വീഡിയോസ് റീഡിംഗ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.